ഇന്ന് ശമ്പളം കിട്ടി. അച്ഛൻ വന്നോ? അച്ഛൻ ഇന്ന് എങ്ങും പോയില്ല. മേല് തോന്നുന്നു പോലെ അകത്ത് കിടക്കുക. മരുന്ന് വാങ്ങിച്ചോ? വാങ്ങിച്ചാലും കുടിക്കത്തില്ല. പിന്നെ ഇവിടെ കാശും ഇല്ലായിരുന്നു. രാധേ, ഇനി ഇത്രേ ബാക്കിയുള്ളൂ. പറ്റുമെങ്കിൽ ഇതിന് മരുന്ന് വാങ്ങിക്കേ. അയ്യോ, ഇത് തികയത്തില്ല. നമുക്ക് പിന്നെ വാങ്ങാം. വാ അച്ഛാ, ഇത് കണ്ടോ? ഇതൊക്കെ ചെറുക്കം വാങ്ങിക്കൊണ്ട് വന്നതാ. നീ എന്തിനാടാ മോനെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അസുഖം എങ്ങനുണ്ട്? മരുന്ന് വാങ്ങണ്ടേ? ഓ നെവർ മൈൻഡ്, ഡോണ്ട് വെറി. ഓക്കെ, 2 ദിവസം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. നീ എന്തിനാടി മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി വല്ലതും ഉണ്ടാക്ക്. മോനെ, വിഷമം പിടിച്ച ജോലിയാണ് ഇല്ലേ? 2 ദിവസത്തെ വിഷമേ ഉണ്ടാവോ മാവ? അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്ന വീടാണ്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ്. ഇനി എന്തായാലും അമ്മാവും ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ എന്തായാലും എനിക്കും ജോലി ഉണ്ടല്ലോ. മോനെ, എന്താ ഇത്? മിഠായി നിനക്ക് തിന്നാൻ. വേണ്ടെങ്കിൽ ഞാൻ വേറെ കൊടുക്കും പറഞ്ഞേക്കാം. അയ്യോ, ഒന്നിന് തന്നേരം ഞാൻ തിന്നേക്കാം. അതെന്താ, അച്ഛന് മരുന്നാണോ? ഇത്ര വലിയ കുപ്പിയിലോ? നോക്കട്ടെ. വേണ്ട, ഞാൻ കൊടുത്തോളാം. നോക്കട്ടെ എന്ന്. വീടിനാവേ, നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? കള്ള്. ഇയാളെ നിന്റെ അച്ഛനെ കൊണ്ട് കള്ളു കുടിപ്പിക്കാൻ പോവാണ്. കള്ളു കുടിച്ചു കുടിച്ച എന്റെ അച്ഛൻ ഇങ്ങനെ ആയത്. ഇതാ, ഇനി മേലാൽ എന്റെ അച്ഛന് കള്ളു വാങ്ങിച്ചു കൊടുക്കല്ലേ. ദൈവമാണ് മോനെ നിന്നെ എനിക്ക് കൊണ്ടു തന്നത്. ഒരു മോനില്ലാത്ത സങ്കടം ഇപ്പൊ എനിക്ക് മാറി. ഓ, ഞാൻ ചത്ത എന്റെ മോളെ നോക്കാൻ ആരുമില്ലല്ലോ എന്നായിരുന്നു എന്റെ ഫീലിംഗ്. നീ പേടിക്കണ്ടേ മോളെ, എന്റെ മോളെ നോക്കാൻ ആളുണ്ട്. എന്റെ പൊന്നു മോൻ നിന്നെ നോക്കിക്കോളും. ഞാൻ കള്ളു കുടിക്കുന്നത് എന്റെ മോക്ക് ഇഷ്ടല്ല. എന്തിനാ അമ്മാവൻ കള്ളു കുടിക്കുന്നേ? ലൈഫ് ടൈമിൽ സംതിങ് സുഖമൊക്കെ വേണ്ട മോനെ. അമ്മയില്ലാത്ത പാവം പെണ്ണാ രാധ. അവളുടെ കണ്ണീരിനേക്കാ വലുതാണോ അമ്മാവ കള്ളു കുടിച്ചാൽ കിട്ടുന്ന സുഖം? ഇല്ലട മോനെ, ഞാൻ നീ കുടിക്കൂല. ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതെന്റെ അവസാനത്തെ കുടി. അവസാനം.
അയ്യോ, എന്താ ഇത്? പിച്ചുവണ്ടി തട്ടി കൈയൊന്ന് മുറിഞ്ഞു. വലിയ മുറിവാണോ? സാരമില്ല. എന്തിനാ മോനെ നീ ഈ കൈ കൊണ്ടുപോയി ആ മിഷനിലിട്ടത്? ദൈവം കാത്തതാ, അല്ലെ കൈ 2 കഷ്ണമായി പോകേണ്ടതാ. കുറച്ചൊക്കെ ഡോൺ കെയർ ആയിരിക്കണ്ടേ? ഒരബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? അങ്ങനെ അബദ്ധമൊന്നും പറ്റണ്ട. നീ ചള്ളു വേക്കൻസി പോകണ്ട. ഇനി വേറൊരു വേക്കൻസി കിട്ടുന്നവരെ ഉള്ളതും കഴിച്ച് നമുക്ക് ഇവിടെ എങ്ങാനും കൂടാ. മോളെ മോളെ എന്തോ? ആ, നീ ഇവന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ചോറ് വിളമ്പിട്ടുണ്ടോ? എന്നാ പറയണ്ടേ? വാ, നമുക്ക് പോയി ഊണ് കഴിക്കാം. ഞാൻ വാരിത്തരാം. വാ. ചോറുന്നു. സ്പൂണുണ്ടോ? ഊണുണ്ടോന്നോ? പിന്നെ ഇരിക്കുന്നുണ്ടോന്നോ? കരണ്ടി ഉണ്ടോന്നാ ചോദിച്ചത്. ഇവിടെ കരണ്ടിയും കൊരണ്ടിയും ഒന്നുമില്ല. ചെറിയ തവി മതിയോ? മതി. ഇങ്ങനെ തിന്നാലേ മുഴുവൻ ചോറും വയറ്റി പോവില്ല. ഞാൻ ഒരുക്കി തരാം. കൈ നനയും. ഞാൻ കൊരൊഴിച്ചു തരാം. വേണ്ട രാധേ, ഞാൻ കുളിച്ചോളാം. ഇന്ന് തരാനല്ലേ പറഞ്ഞത്? വായിക്കുന്നേ? ഇതൊരു മാസികയാണ്. നിറയെ പടങ്ങളുണ്ടല്ലോ. അയ്യേ, നല്ല പട്ട് പടങ്ങള്. നിനക്ക് വായിക്കാൻ അറിയില്ലേ? കൊച്ചിലെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ പഠിക്കാൻ വിട്ടില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, എഴുതാനും വായിക്കാനും. നിന്നെ ഞാൻ പഠിപ്പിക്കാം. അത് നീയാൾ എന്നും ഇവിടെ കാണുവോ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്നും ഇവിടെ താമസിക്കും. എനിക്ക് ഇഷ്ടമാ. അപ്പോ എന്നെ ഇഷ്ടമാണോ?